സെക്രട്ടറി സിഒയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മാഗസീനിൽ അച്ചടിച്ച് വന്നപ്പോഴത്തേക്കും സെക്രട്ടറിയാണ് അതിന്റെ മെയിൻ എന്ന രീതിക്കൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് സിഒയ്ക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സെക്രട്ടറിയും ഞാൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയാണ് ഇന്റർവ്യൂ കൊടുത്തത്, പക്ഷെ അവരെന്നെ മെയിൻ ആക്കിയിട്ടൊക്കെ മാഗസീനിൽ തരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി ഇപ്പോൾ സിഒയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു. അല്ലേലും നമ്മുടെ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നിന്റെ പ്ലാൻ പ്രകാരമല്ലേ നടക്കുന്നത്. അങ്ങനെയിരിക്കെ നിലവിൽ കമ്പനി 350% പ്രോഫിറ്റിൽ പോകുന്നതും കഴിഞ്ഞ തവണ എനിക്ക് അവാർഡ് കിട്ടിയത് പോലും നിന്റെ പ്രയത്നം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ അച്ചടിച്ചു വന്നതെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന രീതിക്കാണ് സിഒ സംസാരിക്കുന്നത്. കൂടാതെ സിഒയും തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണമൊക്കെ അവനും നൽകുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ കുറെ ബുള്ളീസ് ഒക്കെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വന്നപ്പോഴത്തേക്കും നീയായിരുന്നു എന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എന്റെ അച്ഛൻ നിന്നെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചതും ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിന്നെ നിയമിച്ചതും. ചില നേരത്തെ നീ എന്റെ ഫ്രണ്ട് ആണെന്നുള്ള രീതിക്കൊക്കെ പെരുമാറുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല, മറിച്ച് എന്റെ പെറ്റായിട്ടുള്ള ഒരു ഡോഗ് മാത്രമാണ്. പിന്നെ നീ എത്രയൊക്കെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അത് നിന്റെ ജോലി മാത്രമേ ആകുന്നുള്ളൂ. അതല്ലാതെ എന്നെ തോൽപ്പിക്കുവാനായിട്ട് നിനക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിഒയും അവനെ അപമാനിച്ചു വിടുന്നു. സത്യങ്ങളെല്ലാം തന്നെ മെറിയുടെ അടുത്ത് തുറന്നു പറയുകയാണെങ്കിൽ അവൾക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊക്കെ തോന്നുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിൻകുങ്ങും വൂചുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്നും വൂചുൻ ഒരുപാട് വിഷമമായി കാണുമെന്നും ചിൻകുങ്ങും ഇപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെയിരിക്കെ അവിടെ ഒരു പിയാനോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവളും ആ ഒരു പിയാനോ വായിക്കുന്നു. പണ്ട് അവളും പൂച്ചയും കൂടി ഒന്നിച്ച് പിയാനോ ഒക്കെ വായിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് അവളും ഇപ്പോൾ പിയാനോ വായിക്കുന്നത്. അങ്ങനെ ഇരിക്കെ വിഷമിച്ച് വന്നിട്ടുണ്ടായിരുന്ന സെക്രട്ടറിയും ഈ ഒരു കാഴ്ചയൊക്കെ കാണുന്നു. പൂജോന്റെ പേരൻസ് ഒക്കെ മരിച്ചതിന്റെ വാർഷികം എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവരും അതിന്റെ ചടങ്ങുകളൊക്കെ നടത്തുന്നു. ഓങ്സോവും ബൂച്ചന്റെ ആന്റിയും കൂടി സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഓങ്സോന് ഒരുപാട് വിശക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ബൂച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നമുക്ക് മേടിച്ചു കൊടുത്താലോ എന്നുമൊക്കെ ഓങ്സോവും സംസാരിക്കുന്നു. അതായത് അന്നത്തെ ദിവസം ബൂച്ചിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യമൊക്കെ അവനും പറഞ്ഞത്. പക്ഷെ ആന്റിക്കും ആ ഒരു കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബൂച്ചന്റെ പേരൻസ് മരിച്ചിട്ടുണ്ടായിരുന്നത് ബൂച്ചിന്റെ ബർത്ത്ഡേയുടെ അന്ന് ആയതുകൊണ്ട് തന്നെ അവൻ ഒരിക്കൽ പോലും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. സോ നമുക്കെങ്കിലും അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തുകൂടെ എന്ന് ഉങ്സ് ചോദിക്കുമ്പോഴത്തേക്കും അതിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. എന്റെ സഹോദരൻ മരിച്ചതിന് കാരണം പോലും ബൂജു ആണെന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയും ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ബൂജുവും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു. സോ അവനും വിഷമിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് മുത്തശ്ശിയും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് ഓർക്കുന്നത്. അതായത് ബൂജുവിന്റെ പേരൻസ് ഒക്കെ മരിച്ച് അതിന്റെ അടക്കിന്റെ സമയത്താകട്ടെ ബൂജുവും താൻ കാരണമാണ് അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും നടന്ന കാര്യങ്ങളൊക്കെ നമ്മളെയും കാണിക്കുന്നത്. അതായത് ബൂച്ചുവിന്റെ ബർത്ത്ഡേയുടെ അന്ന് ബൂച്ചുവിന്റെ അച്ഛനും അവരൊരു ടോയ് റോബോട്ടിനെയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനും അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയുണ്ടായി. പക്ഷെ പിന്നീട് ഉങ്സു അത് കാണിക്കും, അത് ഉങ്സുന് വേണമെന്ന് പറയുകയും ചെയ്തത് കൊണ്ട് തന്നെ അച്ഛൻ ഉങ്സുനും അത് കൊടുത്തിട്ട് പോന്നു. ഇപ്പോൾ ബൂച്ചും അതൊക്കെ ഓർത്ത് ആകെ പിണങ്ങിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് അച്ഛനും അവനും മറ്റൊരു റോബോട്ട് ടോയിനൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു ഒരു വണ്ടി അവരുടെ നേർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നോട് സംസാരിക്കുവാനായിട്ട് തിരിഞ്ഞ സമയത്തായിരുന്നു ഇതുപോലെ വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നെന്നും അതുകൊണ്ട് തന്നെ അച്ഛൻ മരിക്കുവാനുള്ള കാരണക്കാരൻ താനാണെന്നും പറഞ്ഞുകൊണ്ട് ബൂജുവും ഇരിക്കുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന മുത്തശ്ശനും ഇതുപോലെ ബൂജു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ബൂജുവിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആന്റി മുത്തശ്ശിയുടെ സെക്രട്ടറിനെ കോൾ ചെയ്തതിന് ശേഷം മുത്തശ്ശിനെ കറക്റ്റായിട്ട് ഫുഡൊക്കെ കഴിപ്പിച്ചോണം എന്ന് പറയുകയാണ്. അമ്മയുടെ മകൻ മരിച്ച ദിവസം ആയതുകൊണ്ട് തന്നെ അമ്മ എന്തായാലും ചേട്ടനെ കുറിച്ചായിരിക്കും കൂടുതലായിട്ട് ആലോചിക്കുക. സോ അമ്മ ഫുഡ് പോലും കഴിക്കാതെ അമ്മയുടെ ആരോഗ്യം മോശമാകുവാനുള്ള സാധ്യത എല്ലാം തന്നെ താൻ കാണുന്നുവെന്നാണ് ആന്റിയും പറയുന്നത്. മുത്തശ്ശൻ വൂചുവിനെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യുഎസിലേക്ക് അവനെ അയച്ച സമയത്തെല്ലാം തന്നെ മുത്തശ്ശി അവനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം ചടങ്ങൊക്കെ നടക്കുന്ന സമയത്തെല്ലാം തന്നെ ഞാൻ മുത്തശ്ശിനെ ശ്രദ്ധിച്ചു. മുത്തശ്ശി ഒരിക്കൽ പോലും വൂചുവിന്റെ മുഖത്തേക്ക് നോക്കിയത് പോലും ഇല്ല എന്ന് ഓൺസുവും പറയുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് അങ്കിളും മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നത്. ശരിക്കും ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ആ സംഭവ സ്ഥലത്തെത്തിയ മറ്റൊരാളാകട്ടെ ഇതുപോലെ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്കിളിന് ഒരു മെസ്സേജ് അയച്ചതായിട്ടും ഇപ്പോൾ കാണിക്കുന്നു. മെറിയുടെ ആർമി ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കാക്ടസിന്റെ ചെടിയിൽ പൂക്കളൊക്കെ വന്നത് കണ്ടിട്ടുണ്ടായിരുന്ന മെറിയും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വൂച്ചുവിന് അയച്ചു കൊടുക്കുന്നു. വൂച്ചു പേരൻസ് മരിക്കുവാനുള്ള കാരണക്കാരൻ താനാണെന്ന് പലരും പറഞ്ഞതിനെ കുറിച്ചെല്ലാം തന്നെ ഓർത്തിട്ട് ആകെ മൊത്തം ഒരു ശാരീരിക പ്രശ്നമൊക്കെ ഉള്ള രീതിക്ക് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന മരുന്നൊക്കെ എടുത്ത് അവൻ കഴിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമായിരുന്നു മെറിയുടെ മെസ്സേജ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ
അന്നത്തെ ദിവസം ബൂജുവിന്റെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മെറിയും വീട്ടിൽ വരികയാണെങ്കിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാമെന്ന് അവനോടും പറയുന്നു. ആദ്യം അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് അവനും വരാമെന്നൊരു മറുപടിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുക്ക് ചെയ്യുവാൻ അറിയാത്ത ഫുഡ് എല്ലാം തന്നെ ഇപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അവളും ഉണ്ടാക്കുകയാണ്. അവളും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അമ്മയ്ക്കും സംശയം തോന്നുന്നുണ്ട്. അമ്മയും ആരെങ്കിലും നിന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവളും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്യുന്നു. അവളുടെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് ടീം ലീഡ് ആയിട്ടുള്ള വൂജു ആയിരിക്കണേ എന്നൊക്കെ അമ്മയും ഓർക്കുകയാണ്. അമ്മയ്ക്കും അതൊരുപാട് സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെയിരിക്കെ ഇപ്പോൾ വൂജു മെറിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ഒരുപാട് ഫുഡൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവരും ഇത്രയേറെ ഫുഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ തീർക്കണമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇത്ര ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അവളും അറിയിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ഫുഡ് കഴിക്കുവാനായിട്ട് തുടങ്ങുന്നു. അമ്മ പറഞ്ഞു കൊടുത്തതനുസരിച്ച് മെറി ചെയ്തിട്ടുണ്ടായിരുന്ന സൂപ്പില് കുറച്ച് ഉപ്പൊക്കെ കൂടുതലായിരുന്നു. അതായത് മറ്റൊരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉപ്പൊക്കെ കുറയുകയുള്ളൂ എന്ന് അമ്മ ഇപ്പോൾ മാത്രമാണ് അവൾക്ക് മെസ്സേജ് അയക്കുന്നതും. അങ്ങനെ ഇരിക്കെ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോച്ചും അതിന്റെ അകത്ത് കുറച്ചുകൂടി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുകയും അത് നല്ലതാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവനും അവനെക്കുറിച്ചുള്ള കാര്യമൊക്കെ അവളോട് പറയുന്നത്. അവൻ 8 വയസ്സുള്ള സമയത്ത് അവന്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു അവന്റെ പേരൻറ്സ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അന്ന് അവന് ഒരുപാട് കുറ്റബോധമൊക്കെ തോന്നി. പിന്നീടും അവൻ അവന്റെ എല്ലാ ബർത്ത്ഡേക്കും നല്ല രീതിക്ക് ആഘോഷിച്ചിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറിച്ച് കൂടുതലായിട്ടൊക്കെ റൈസ് കഴിക്കും. അങ്ങനെ റൈസ് കഴിക്കുമ്പോഴത്തേക്കും അവനും ഉറക്കം വരും. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ദിവസവും കടന്നു പോകും. അങ്ങനെയായിരുന്നു അവന്റെ പതിവുകൾ. കുറ്റബോധം കാരണം താനും ആ ഒരു ദിവസം മറക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഫുഡൊക്കെ താനും ബർത്ത്ഡേക്ക് കഴിക്കുന്നതെന്ന് അവനും അറിയിക്കുന്നു. എന്തായാലും ഈ ഒരു ദിവസം തനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവൻ പറയുകയും പിന്നീട് അവർ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ മെറിയുടെ ചുണ്ടിലായിട്ടൊക്കെ ഫുഡ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും അത് അവൾക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കും അത് തൂത്ത് കളയുവാനായിട്ട് സാധിക്കാതെ വരുമ്പോഴത്തേക്കും അവനായിട്ട് തന്നെ അത് തൂത്ത് കളയുന്നു. അപ്പോഴായിരുന്നു ആകാശത്ത് 2 റെയിൻബോ ഒക്കെ ഒന്നിച്ചു വന്നിട്ടുണ്ടായിരുന്ന കാഴ്ച മെറിയും കണ്ടിട്ടുണ്ടായിരുന്നത്. സോ മെറിയും ഇപ്പോൾ അത് വൂചുവിനെയും കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ഒരാഗ്രഹമൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ടും അവനോട് പറയുകയാണ്. മെറിയും തന്റെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഒരുപാട് പണം ഉണ്ടാക്കണമെന്നും അമ്മയ്ക്ക് ഒരിക്കലും അസുഖമൊന്നും വരരുതെന്നും നല്ല രീതിക്ക് കരിയറൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു വീടൊന്നും നമുക്ക് കൈവിട്ട് പോകരുതെന്നും എല്ലാം തന്നെയാണ് താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അവളും പറയുകയാണ്. പക്ഷെ മെറിയും പിന്നീട് വൂച്ചുവിനോട് അവന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ അത് പറയുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. എങ്കിലും അവൾ അവന്റെ പിന്നാലെ നടന്നിട്ട് എന്താണ് നീ പ്രാർത്ഥിച്ചതെന്നൊക്കെ പറ എന്ന് പറഞ്ഞ് അവനെ ശല്യം ചെയ്യുന്നു. അവനും അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മെറിയുടെ എക്സ് ആയിട്ടുണ്ടായിരുന്ന വൂച്ചു അവിടേക്ക് എത്തുന്നത്. ഞാൻ നിന്നെ പിടികൂടുവാനായിട്ട് പോവുകയാണ്. എനിക്കെങ്ങനെ നിന്നെ പിടിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നീ എന്താഗ്രഹമായിരുന്നോ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അതിനോട് പറയേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിക്കുവാനായിട്ട് അവളെ ശ്രമിക്കുമ്പോഴത്തേക്കും അവളും കാല് തെറ്റി വീഴുന്നു. അവളങ്ങനെ നേരെ വീണിട്ടുണ്ടായിരുന്നത് ബൂജുവിന്റെ കയ്യിലേക്കായിരുന്നു. ഇപ്പോൾ നമ്മുടെ എക്സ് ആയിട്ടുള്ള ബൂജുവും വെളിയിൽ നിന്നുകൊണ്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുകയാണ്. കൂടാതെ ബൂജുവും ഇപ്പോൾ മെറിനെ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു. സോ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ബൂജുവിനെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.